കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെ അങ്ങനെയാണ്. കുട്ടി തനിച്ച് നടന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രായമായിട്ടില്ല, ആരെങ്കിലും കൊണ്ടുപോയി തന്നെ ആകണം എന്നുള്ളതാണ് നമുക്കും വ്യക്തമാകുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. രാവിലെ 5 മണിക്ക് തീ പിടിക്കുന്നു എന്ന് പറയുന്നു. തീ പിടിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടോ? ഈ കാര്യത്തിലൊക്കെ ഇനിയും നീക്കങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട് അല്ലേ സ്റ്റെഫിൻ? അതെ, തീർച്ചയായിട്ടും ജയലക്ഷ്മി. ഏതായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം, ശാസ്ത്രീയപരമായ അന്വേഷണം, ഇതൊക്കെ ഒരു ഊഹാപോഹങ്ങളാണ്, നാട്ടുകാർ പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ പോലീസിന് മനസ്സിലായ പല കാര്യങ്ങളാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ മുന്നിൽ ഉള്ളത്. ഇനി ഏതായാലും അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു ശാസ്ത്രീയപരമായി കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ നിലനിൽക്കണമെങ്കിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം, ഫോറൻസിക്കിന്റെ വിശദമായ അന്വേഷണം അതൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രമം. ഇൻക്വസ്റ്റ് നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി ഏതായാലും നടത്തേണ്ടതുണ്ട്. ഈ അടുക്കളയിൽ നിന്നാകാം ഒരുപക്ഷെ ഈ മണ്ണെണ്ണ കൊണ്ടുപോയത്, അല്ലെങ്കിൽ മണ്ണെണ്ണ സൂക്ഷിച്ചിരുന്ന ഈ അടുക്കളയിൽ ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് മണ്ണെണ്ണ എടുത്തുകൊണ്ട് പോയത്, അത് ആ കുപ്പിയിൽ ആരുടെ വിരലടയാളമുണ്ട്, അതൊക്കെ തന്നെ ഫോറൻസിക് പരിശോധനയിലൊക്കെ മാത്രമേ ആ കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് വരികയുള്ളൂ. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. അതുകൊണ്ടാണ് ഈ വീട് പൂട്ടി ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ബന്ധുക്കളെ വിശദമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങും. ആ പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങി ഈ ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കാര്യത്തിലെ ദുരൂഹത ഒഴിയുകയുള്ളൂ. അടിമുടി ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. കുഞ്ഞും 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്, അച്ഛനും അമ്മയും ആണ് ഒപ്പം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. സ്റ്റെഫിൻ, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് അവിടെ നിന്ന് കൂടി നിൽക്കുന്ന ആളുകൾ എല്ലാവരും പറഞ്ഞത്. ഈ കുഞ്ഞ് തനിച്ചു പോയില്ലല്ലോ, അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ആരെങ്കിലും ആണോ? ഇതൊക്കെ സംശയങ്ങൾ തന്നെയാണ്. കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഈ വീടിന്റെ ഒരു പരിസരവും മറ്റും നോക്കുമ്പോൾ എങ്ങനെയാണ് സ്റ്റെഫിൻ, പുറത്തുനിന്ന് ആർക്കെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഇക്കാര്യത്തിലുണ്ടോ? ജയലക്ഷ്മി, പ്രധാന റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടുള്ളത്. റോഡിൻ്റെ ഓരം ചേർന്ന് തന്നെയാണ് ആ വീട്. വീടിൻ്റെ തൊട്ട് പിറകുവശത്താണ് ഈ കാണുന്ന കിണറും അതോടൊപ്പം തന്നെ ചായ്പും ഒക്കെ ഉള്ളത്. ഒരു ചെറിയ വീടാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് വരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും പോലീസ് ഇപ്പോൾ പ്രാഥമികമായി ഈ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പല അസ്വാഭാവികതകൾ, പല ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഉണ്ടായ സംഭവങ്ങളിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതീവ ദുഃഖകരമായൊരു സംഭവമാണ്. ദുഃഖകരമായൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ മരണത്തെ സംബന്ധിച്ച് ദുരൂഹതയുണ്ട്. കുടുംബ പശ്ചാത്തലവും അത്ര ശരിയല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങനെ പറയാൻ കാര്യം, അവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. കൊച്ചിന് കഴിഞ്ഞ ദിവസമാണ് കൊച്ചിൻ്റെ അച്ഛൻ വീട്ടിലെത്തിച്ചേർന്നത്. ഒരു മരണാനന്തര ചടങ്ങ് നടക്കാൻ പോവുകയാണ് ഇന്ന്. രാവിലെ വെളുപ്പിലെ 2 മണിക്കാണ് കൊച്ചിനെ അച്ഛൻ്റെ അടുത്ത് കിടത്തിയെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് കാണാതായിപ്പോയത്. അപ്പോൾ കൊച്ച് സ്വമേധ എണീറ്റ് ഒന്നും അറ്റംപ്റ്റ് നടത്തില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചാലേ വിവരം പറയാൻ കഴിയുമെന്നുള്ളതാണ്. ഇവർ തമ്മിൽ പ്രശ്നമുണ്ടോ, അച്ഛനും അമ്മയും തമ്മിൽ? അവർ തമ്മിലൊരു വിഷയം നിലവിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ വീട്ടിലെത്തിച്ചേർന്നിട്ടുള്ളത്. കുഞ്ഞിന് വേറെ സഹോദരി ഒരാൾ കൂടെ ഉണ്ടല്ലേ? ഒരു മൂത്ത ഒരാൾ കൂടെ ഉണ്ട്, നിലവിലുണ്ട്. കൊച്ച് ഇത് 2 വയസ്സല്ലേ ഉള്ളൂ. 2.5 വയസ്സായ കൊച്ചാണ്. അപ്പോൾ എന്തായാലും പോലീസ് അന്വേഷിച്ചാലേ വിവരങ്ങൾ അറിയാൻ കഴിയും. ഈ മൂത്ത കുട്ടി എവിടെയായിരുന്നു? അമ്മയ്ക്കൊപ്പമായിരുന്നു? മൂത്ത കുട്ടി അമ്മയ്ക്കൊപ്പമാണ് ഉറങ്ങിക്കിടന്നത്. അപ്പോൾ അച്ഛൻ ഇന്നലെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ കൂടെ കൊച്ചിനെ എടുത്ത് കിടത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇവർ 2 പേരും ആയിട്ട് ആദ്യമേ പോലീസ് സംസാരിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ എന്താണ്? പോലീസ് സംസാരിച്ചു. പോലീസ് കൃത്യമായ ഒരു വിവരം പോലീസിനില്ല. അന്വേഷണം നടക്കുകയാണ്. ഈ ഇവരുടെ സഹോദരൻ ഒരാളുണ്ട്. അവരെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അറിയാൻ കഴിയും. ഈ സഹോദരനും സ്ഥിരമായി ഇവർക്കൊപ്പം തന്നെയാണോ താമസം? സഹോദരൻ സ്ഥിരമായി ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. ഇവിടെ ചേർത്തലൊരു ക്ഷേത്രത്തിലെ ഒരു പാണി പൊട്ടുന്ന ജോലിയാണ് സഹോദരനുള്ളത്. അപ്പോൾ ഈ മരണമറ്റപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. പുള്ളിയുടെ അച്ഛനാണ് മരിച്ചത്.
അപ്പോൾ ഈ ബലിയിടാനും കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്ഥിരമായിട്ട് ഇവരുടെ സ്വന്തം സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെ ഇവിടുത്തെ കുറച്ചപ്പുറത്ത് തന്നെ അവിടെ ഒരു സൊസൈറ്റി ഉണ്ട്, സൊസൈറ്റിയുടെ താഴെ വിടാനൂർക്കോണമെന്ന് പറയും. ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്. ഇളയ കുട്ടിയായതുകൊണ്ട് അവക്കാണ് വീട്, അങ്ങനെ വീടുണ്ട്, പോവാനും വരാനും സൗകര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വാടകയ്ക്ക് എടുത്തത്. ഈ സ്ത്രീ ജോലി ചെയ്യുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിനടുത്താണ്. അല്ല, അതിപ്പോ പോകുന്നില്ല. ഇപ്പൊ ഇല്ല ജോലി. ഇപ്പൊ ആ ക്ഷേത്രത്തിലെ ഭരണസമിതി മാറിയപ്പോ ഇവരെ മാറ്റി. ഏതായാലും നാട്ടുകാർ അത്തരത്തിൽ പല തരത്തിൽ ഉള്ള ദുരൂഹതകളൊക്കെ തന്നെ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ കൃത്യമായൊരു അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിലെ ദുരൂഹത ഒഴിയുകയുള്ളൂ. ആ കാര്യം വ്യക്തമാണ്. കാരണം പല തരത്തിലുള്ള അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം രാവിലെ ഒരു തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്നു. ആ തീ പിടിച്ചതിൻ്റെ വലിയ ലക്ഷണങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ആ മുറിക്കകത്ത് മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ആളുകളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മണ്ണെണ്ണ ആരങ്ങോട്ടേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ മണ്ണെണ്ണ എങ്ങനെ അവിടെ വീണു? അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ അച്ഛനൊപ്പം കിടത്തിയെന്ന് പറയുന്നു. അതിനുശേഷം കുഞ്ഞിനെ കാണാതായി എന്ന് പറയുന്നു. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ ഈ നാട്ടുകാരിൽ നിന്നും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ശാസ്ത്രീയമായ രീതിയിലുള്ള പോലീസ് അന്വേഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത അഴിക്കുന്നതിന് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ വീട്ടിന് സമീപത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫിൻ, ഇവർക്ക് സ്വന്തമായി വീടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണോ ഇവർ ഈ വീട്ടിലേക്ക് വന്നത്? ആ വീടിന്റെ പരിസ്ഥിതി ചുറ്റുപാട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വലിയ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീടായിട്ടും തോന്നുന്നില്ല. അപ്പം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തൊരു വീടാണോ? ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇവർ ഈ വീട്ടിലേക്ക് വന്നത്? സ്വന്തം വീട് അടുത്ത് തന്നെയാണോ? ജയലക്ഷ്മി, അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് നടന്നു പോകുന്ന ദൂരത്തിലാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു ക്ഷേത്രത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴേതായാലും ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഒരു സൗകര്യത്തിനാണ് ഇങ്ങോട്ടേക്ക് വന്ന് താമസം മാറിയത് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറമാണ് ഇവരുടെ സ്വന്തം വീടുള്ളത്. അതോടൊപ്പം തന്നെ പല തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുകാരും അതോടൊപ്പം ഈ ബന്ധുക്കളുമൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഏതായാലും പ്രാഥമികമായി പോലീസിന്റെ ഒരു സംശയം ഇത് തീർച്ചയായിട്ടും ഒരു കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും എന്താണ് അതിലേക്ക് നയിച്ച കാരണം എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു അന്വേഷണം തന്നെ വേണ്ടിവരും. ഈ കുഞ്ഞ് ഏതായാലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുഞ്ഞിന് 2.5 വയസ്സ് മാത്രമാണ് പ്രായം. അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ദുരൂഹത ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഒരു കാരണവശാലും ആ കുഞ്ഞിന് നടന്നു പോകാൻ അല്ലെങ്കിൽ ആ കിണറ്റിലേക്ക് ആ കുഞ്ഞ് എത്തില്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഇപ്പോൾ ഏതായാലും ഈ ബന്ധുക്കളെയും അതോടൊപ്പം കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഒന്നിച്ചിരുത്തിയും വെവ്വേറെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യും. അതിൽ മാത്രമേ ഈ വ്യക്തത ഏതായാലും ഈ കാര്യത്തിലൊക്കെ തന്നെ വരികയുള്ളൂ.